ഇസ്രയേലിന് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം തുടരുന്നതിനിടെ ഇസ്രയേലിലെ വൈദ്യുത നിലയം ഹൂതികൾ ആക്രമിച്ചു. ഇസ്രയേലിലെ ഒറോത്ത് റാബിൻ വൈദ്യുത നിലയങ്ങളാണ് യമനിലെ ഹൂതികൾ ആക്രമിച്ചത്. ഹൈഫ പ്രദേശത്തെ വൈദ്യുത നിലയങ്ങളാണ് ഫലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തകർത്തതെന്ന് ഹൂതികളുടെ സൈനിക വക്താവ് യഹിയ സാരി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ഗാസയിൽ വംശഹത്യ നടത്തുന്ന ഇസ്രയേലിനെതിരെ ഇനിയും ആക്രമണം നടത്തും. ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത നിരവധി മിസൈലുകൾ തങ്ങളുടെ കൈവശമുണ്ടെന്നും യഹിയ സാരി പറഞ്ഞു. സുൾഫിക്കർ മിസൈലിനെ തൊടാൻ പോലും ഇസ്രയേൽ സൈന്യത്തിന് കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഞായറാഴ്ച രാവിലെ ബ്രിട്ടീഷ് സൈന്യം വടക്കൻ യമനിൽ വ്യോമാക്രമണം നടത്തി. സാദാ നഗരത്തിൽ 3 തവണയാണ് ബോംബാക്രമണം നടത്തിയത്. ഇതിനിടെ ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ഗാസയിൽ തടവിലാക്കിയ 34 ജൂതന്മാരുടെ പട്ടിക കൈമാറിയതായി ഹമാസ് വ്യക്തമാക്കി. ഗാസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായും പിൻവാങ്ങാമെന്ന് പറഞ്ഞാൽ മാത്രമേ വെടിനിർത്തൽ കരാർ ഒപ്പിടുവെന്നും ഹമാസ് അറിയിച്ചു. ഈജിപ്തും ഖത്തറുമാണ് വെടിനിർത്തൽ കരാർ കൊണ്ടുവരാൻ മധ്യസ്ഥത വഹിക്കുന്നത്. യുഎസിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുൻപ് കരാർ രൂപീകരിക്കണമെന്നാണ് US സർക്കാരിന്റെ നിലപാട്.